ഹായ് ഗൈസ്, മേക്കർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാറുണ്ട് ഓരോ ആൾക്കാർ ഈ ചുമരുമ്പോൾ പടം വരയ്ക്കണ ഫോട്ടോസും വീഡിയോസൊക്കെ. അതൊക്കെ കാണുമ്പോൾ എനിക്കും അതേപോലെ ചുമരുമ്പോൾ പടം വരയ്ക്കണമെന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പടം വരയ്ക്കാൻ അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് റോബോട്ടിന് ഉണ്ടാക്കാൻ അറിയാം. സോ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചുമരുമ്പോൾ പടം വരയ്ക്കണ റോബോട്ടാണ്, അല്ലെങ്കിൽ ഒരു ജയൻറ്റ് CNC പ്ലോട്ടർ എന്ന് പറയാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു ചെറിയ CNC പ്ലോട്ടറിൻ്റെ വീഡിയോസ് ഉണ്ടായിരുന്നു. ഇതൊരു A4 ഷീറ്റിലും അതേപോലെ തന്നെ ബുക്കിലൊക്കെ പടം വരയ്ക്കാൻ പറ്റിയ ഒരു ടൈപ്പ് CNC പ്ലോട്ടർ ഉണ്ടാക്കണ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ സെല്ല് ചെയ്യേണ്ടെന്ന്. അപ്പോൾ ഇതിപ്പോൾ 3 രീതിയിലാണ് ഞാനിപ്പോൾ സെല്ല് ചെയ്യണത്. അതായത് പറഞ്ഞാൽ ഫുള്ളി അസംബിൾഡ് ആയിട്ടുള്ളത്, അത് ഈ ബോക്സിലാണ് വന്നത്. എല്ലാം അസംബിൾഡ് ആയിരിക്കും, നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ കുത്തി യൂസ് ചെയ്യുക. പിന്നെ ഉള്ളത് കിറ്റ് വേർഷനാണ്. കിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവരും പാർട്സ് ആയിട്ടായിരിക്കുള്ളൂ. ഇത് നിങ്ങൾ കിട്ടുമ്പോൾ എല്ലാം അസംബിൾ ചെയ്യണം സ്വന്തമായിട്ട് തന്നെ. പിന്നെ അടുത്തത് പ്ലാസ്റ്റിക് പാർട്സ് മാത്രം, അതായത് 3D പ്രിൻ്റഡ് പാർട്സും അതുപോലെ തന്നെ നെട്ടും ബോൾട്ടും മാത്രമായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ടാവും. അതുവഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ ചിലപ്പോൾ റിപ്ലൈ തരാനൊക്കെ ഒരു 3-4 ദിവസമൊക്കെ പിടിച്ചെന്നിരിക്കും. ഞാൻ അടിയിൽ നിന്ന് ഓർഡർ അനുസരിച്ചാണ് ഇത് ഓർഡർ കൊടുത്ത് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത് തന്നെ ഞാനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതിനകത്ത് കയറി പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ ഡ്രോയിങ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24x30 സെൻറ്റിമീറ്ററാണ്. അതായത് ഒരു A4 ഷീറ്റും ഒരു ബുക്കിലൊക്കെ സിമ്പിളായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുക. പക്ഷെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 1.5 മീറ്റർ × 1.5 മീറ്റർ ഏരിയ ഉള്ള ഒരു CNC പ്ലോട്ടറാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചുവരുമ്പോൾ ചാരി വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിനകത്തേക്ക് സെൻഡ് ചെയ്താൽ മതി. അത് ചുമരുമ്പോൾ വരച്ചോളും. ഗൈസ്, അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് അലൂമിനിയം എക്സ്ട്രൂഷൻസ് വെച്ച് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ അതിനായിട്ട് Y ആക്സിസിന് വേണ്ടിയിട്ട് C-beam ടൈപ്പ് അലൂമിനിയം എക്സ്ട്രൂഷനാണ് എടുത്തേക്കണത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും ഈ ഭക്ഷണം വാരി തരുന്ന റോബോട്ടിൻ്റെ വീഡിയോയിൽ. ആ റോബോട്ട് മൂവ് ചെയ്യിക്കാനുള്ള റെയിൽ സിസ്റ്റം ഇത് വെച്ചാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ X ആക്സിസിന് വേണ്ടിയിട്ട് ഒരു 20-20 അലൂമിനിയം എക്സ്ട്രൂഷനാണ് എടുത്തേക്കണത്. Y ആക്സിസ് ഇങ്ങനെ വെച്ചും കൊണ്ട് ഈ ഗാൻഡ്രി പ്ലേറ്റ് ഇതിനകത്തേക്ക് കയറ്റും, എന്നിട്ട് ഇതുമ്മ മൂവ് ചെയ്യിപ്പിക്കും. അതിന് ശേഷം ഈ X ആക്സിസ് ഇതുമ്മ വെച്ച് സ്ക്രൂ ചെയ്യും, ടൈറ്റ് ചെയ്യും. അപ്പോൾ ഇത് മൂവ് അനുസരിച്ച് X ആക്സിസ് മൂവ് ചെയ്യും. ഇതുമ്മേണ് നമ്മൾ പെൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളി 3D പ്രിൻ്റ് ചെയ്തെടുത്തേക്കാനാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ഗാൻഡ്രി പ്ലേറ്റും 3D പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുമ്പോൾ 4 ബോൾ ബെയറിംഗ് വീൽസും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ X ആക്സിസുമ്പോൾ സിമ്പിളായിട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് ചുമരിന് ചെറിയ ഡീവിയേഷനൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. പെൻ മുകളിലേക്കും മടിയിലേക്കൊക്കെ താത്താം. പിന്നെ പെൻ പൊക്കാൻ താഴ്ത്താൻ വേണ്ടി ഇവിടെ സെർവോ മോട്ടറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2 സെൻറ്റിമീറ്റർ പൊങ്ങിയാൻ താഴെയും ചെയ്യും. Y ആക്സിസ് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നീമ 23 സ്റ്റെപ്പർ മോട്ടറാണ് യൂസ് ചെയ്യണത്. പിന്നെ X ആക്സിസിന് വേണ്ടി നീമ 17 സ്റ്റെപ്പർ മോട്ടറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു അഡ്രീനോ ഉനോണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ സ്റ്റെപ്പർ മോട്ടർ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടി TB6600 സ്റ്റെപ്പർ മോട്ടർ ഡ്രൈവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഗൈസ്, ഇനി നമുക്കിത് ഫുൾ അസംബിൾ ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ സ്നാപ്പ് ചെയ്തും കൊണ്ട് അടുത്ത ഫുള്ളി അസംബിൾ ചെയ്ത ഷോട്ടിലേക്ക് പോകുന്നത്. ഗൈസ്, അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ക്രൂ ടൈറ്റ് ചെയ്യണതും അങ്ങനെ അസംബിൾ ചെയ്യണതൊക്കെ കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത്. സോ ഗൈസ്, അപ്പോൾ മാജിക് വഴി CNC പ്ലോട്ടർ അസംബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ പാർട്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ X ആക്സിസ് Y ആക്സിസും ഗാൻഡ്രി പ്ലേറ്റ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്മൂത്തായിട്ട് മുകളിലേക്ക് മടിയിലേക്ക് നീക്കോളും. പിന്നെ അതുപോലെ തന്നെ കൗണ്ടർ വെയിറ്റും ഈ സൈഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൗണ്ടർ വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ എവിടെ വെച്ചാലും അവിടെ നിൽക്കണത്. അല്ലെങ്കിൽ നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാണെങ്കിൽ താഴത്തേക്ക് വന്ന് വീഴും. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പർ മോട്ടറിന് ഒട്ടും ലോഡ് വരില്ല, ചെറിയൊരു ഫോഴ്സ് മതി ഈ ഇത് മൂവ് ചെയ്യിപ്പിക്കാനായിട്ട്. അത് ഈ കൗണ്ടർ വെയിറ്റ് വെച്ചുകൊണ്ട് മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി 2 സൈഡിലും ഒരു L ഷേപ്പിൽ ഒരു സപ്പോർട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് വെൽഡ് ചെയ്തെടുത്താണ്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, അതായത് 2 സ്റ്റെപ്പർ മോട്ടർ ഡ്രൈവർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്രിനോമിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു എമർജൻസിക്ക് വേണ്ടി ഒരു സ്വിച്ചും വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ പെട്ടെന്ന് ഓഫ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ പെട്ടെന്ന് ഓഫ് ചെയ്യാൻ വേണ്ടിയാണ് വെച്ചേക്കണത്. ഇപ്പോൾ ഞാനിത് പവർ ചെയ്യാൻ പോകുന്നത് 12 വോൾട്ട് ബാറ്ററി വെച്ചാണ്. ഇപ്പോൾ 12 വോൾട്ട് ബാറ്ററി വേണമെന്നില്ല, ഒരു 5 ആംപിയറിൻ്റെ പവർ സപ്ലൈ ആയാലും മതി. ഗൈസ്, അപ്പോൾ ഞാനിത് USB കേബിൾ വഴി ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പവർ ഓൺ ചെയ്യണം ഇതിൻ്റെ. പിന്നെ ഞാൻ ഈ സ്റ്റെപ്പർ മോട്ടറിൻ്റെ എനേബിൾ പിൻ കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പവർ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പർ മോട്ടർ എനേബിൾഡ് ആയിരിക്കും. അതായത് പവർ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നീക്കാൻ പറ്റില്ല ആക്സസ്. ഉണ്ടോ, നമ്മൾ ഒരു പ്രാവശ്യം മൾട്ടി കളർ ഇമേജസ് ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. അതായത് നമ്മൾ ഒരു പ്രാവശ്യം പടം വരച്ചിട്ട് 0ലേക്ക് വന്ന് കറക്റ്റ് നിന്നോളും, പിന്നെ സ്റ്റെപ്പ് തെറ്റിപ്പോവില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കണത്. അപ്പോൾ ഞാനിത് X ആക്സിസും Y ആക്സിസും ഒന്ന് മൂവ് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഞാൻ Y ആക്സിസ് മൂവ് ചെയ്യിപ്പിക്കാൻ പോവാണ്. കണ്ടോ, അപ്പോൾ കൗണ്ടർ വെയിറ്റ് താഴത്തേക്ക് പോകണുണ്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല, സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്.
കണ്ടത് റിട്ടേൺ ടു 0 എടുത്ത് അപ്പോൾ കറക്റ്റ് 0% തിരിച്ചു പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇമേജസ് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വരച്ച് നോക്കാം. ഗൈസ് അപ്പോൾ ഈ ഡ്രോയിങ് മെഷീൻ ചുമരിൻ്റെ അടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ടിലത്തെ ചുമരാണ്, തെറ്റിക്കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ആ പെർമനൻറ്റ് മാർക്കർ വെച്ചാണ് വരയ്ക്കാൻ പോണത്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കർ. അപ്പോൾ നനഞ്ഞാലൊന്നും കലർന്ന് പോകില്ല. അപ്പോൾ നമുക്ക് ഇനി ആ ഇമേജ് ലാപ്ടോപ്പ് വഴി സെൻഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ് അപ്പോൾ ഞാനൊരു ഫ്ലവറിൻ്റെ പടമാണ് വരയ്ക്കാൻ പോണത്, കുറച്ച് ഷെയ്ഡിങ് ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് അതിൻ്റെ G കോഡ് സെൻഡ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ഷെയ്ഡിങ് ആയിട്ടാണ് വരയ്ക്കണത്. ഗൈസ് അപ്പോൾ ഇത് വരച്ച് കഴിയാൻ കുറച്ചധികം ടൈം എടുക്കും, ഏകദേശം 1.5 മണിക്കൂറോളം എടുക്കും. കുറച്ച് വലിയ ഇമേജാണ്, അതായത് കുറേ ഷെയ്ഡിങ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കുറച്ചധികം ടൈം എടുക്കും. ഇനി ഇതിൻ്റെ കുറച്ച് ടൈം ലാപ്സ് കാണാം. ഗൈസ് അപ്പോൾ പടം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് ഞാൻ പടം വരയ്ക്കാൻ ഇട്ടത്. എന്താ വെച്ചാൽ ഇന്നലെ ഉച്ചയ്ക്കൊക്കെ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് വൈകിട്ട് ഇട്ടതുകൊണ്ട് ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടായി പോയി. അതുകൊണ്ട് വീഡിയോസ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇതുമാ 2 പാസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്യുക എത്ര പാസ് കൊടുക്കണമെന്ന്. അതായത് ഇപ്പോൾ 2 പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്നും കൂടി അത് വരയ്ക്കും. അതുകൊണ്ട് നല്ല കട്ട ഡാർക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നല്ലോണം പെയിൻ്റ് അടിച്ച പോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇത് പെർമനൻറ്റ് മാർക്കർ കൊണ്ട് ചെയ്തേക്കണോണ്ട് ഇത് മാച്ചാലൊന്നും പോകില്ല, ഉറച്ചാലൊന്നും പോകില്ല. പിന്നെ ഇതൊരു റഫായിട്ടുള്ള ഒരു ചുമരാണ്, എന്നിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതുമൊന്ന് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം, വെള്ളം ഒഴിച്ചാലും പോകില്ലെന്ന് കാണിക്കാൻ വേണ്ടി. കണ്ടോ, പെർമനൻറ്റ് മാർക്കർ കൊണ്ട് ചെയ്തേക്കണോണ്ട് ഒരു കുഴപ്പമില്ല. ഗൈസ് ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്ന ഒരു ഹൈലം ഷീറ്റ് ആണ്. ഈ ഹൈലം ഷീറ്റ് ഞാൻ ചുമരുമ്പോൾ ജസ്റ്റ് ഒട്ടിച്ച് വെച്ചേക്കണാണ്. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് മാച്ച് വീണ്ടും വീണ്ടും വരയ്ക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഇമേജസ് വരച്ച് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും, അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കണത്. ഗൈസ് അപ്പോൾ എൻ്റെ പടം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഞാൻ ഒന്ന് പോസ് ചെയ്ത് കാണിച്ചു തരാം. അയ്യോ, അങ്ങനെയല്ലല്ല, ഒന്നിൽ കൂടുതൽ കളേഴ്സുള്ള പടങ്ങൾ വരയ്ക്കാനായിട്ട് ഞാനിവിടെ 4 മാർക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പടത്തിൻ്റെ ഓരോ കളറും വരച്ചതിന് ശേഷം നമ്മൾ മാർക്കർ മാറ്റി വെച്ച് കൊടുക്കണം.
ഗൈസ് അപ്പോൾ നമ്മുടെ മൾട്ടി കളേർഡ് ഇമേജ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല രസമായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് പെർമനൻറ്റ് മാർക്കർ കൊണ്ടാണ് വരച്ചേക്കണത്. ഇതുകൊണ്ട് മാറ്റാലൊന്നും പോകില്ല. അതുകൊണ്ട് ഇത് മായ്ക്കാൻ കുറച്ച് പണി പെടും. പിന്നെ ഞാൻ ഇതിനകത്ത് ടോട്ടലി ഇപ്പോൾ 4 കളർ കൊണ്ടാണ് വരച്ചേക്കണത്. അതായത് യെല്ലോ, ബ്ലാക്ക്, റെഡ്, ഗ്രീൻ. ഇപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ കളർ ഉണ്ടെങ്കിലും അതും നമുക്ക് വരയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിൽ കുറേ സെറ്റിങ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാം. അതായത് ഇതിൻ്റെ ടോളറൻസും അതിൻ്റെ ഷെയ്ഡിങ്ങിൻ്റെ സ്പേസിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷെയ്ഡിങ്ങിൻ്റെ സ്പേസിങ് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ പടം വരയ്ക്കാൻ കൂടുതൽ ടൈം എടുക്കും, പക്ഷേ നല്ല ക്ലാരിറ്റിയുള്ള ഔട്ട്പുട്ട് കിട്ടും. ഗൈസ് ഇനി നമുക്ക് താഴത്ത് പടം വരയ്ക്കാൻ വേണ്ടി ഞാനിതുമ്പോൾ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയിട്ടുണ്ട്. അതായത് ഇതുമത്തെ സ്റ്റാൻഡ് ഊരി മാറ്റി, അതുപോലെ തന്നെ കൗണ്ടർ വെയിറ്റും ഊരി മാറ്റിയിട്ടുണ്ട്. അതിന് പകരം ഞാൻ 2 സൈഡിലും 2 അലൂമിനിയം എക്സ്ട്രൂഷൻ വെച്ച് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓണത്തിനൊക്കെ പൂക്കളിടാൻ വേണ്ടി നമുക്ക് കളം വരയ്ക്കാറുണ്ട്. പക്ഷേ ഇതുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് ഒരു പൂക്കളത്തിൻ്റെ ഔട്ട്ലൈൻ ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്തേക്ക് സെൻഡ് ചെയ്താൽ മതി, ഇത് ഇവിടെ വരച്ചോളും. അപ്പോൾ ഞാനൊരു പൂക്കളത്തിൻ്റെ ഔട്ട്ലൈൻ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് സെൻഡ് ചെയ്യാൻ പോവാണ്. ഗൈസ് അപ്പോൾ വെറും 5 മിനിറ്റും കൊണ്ട് ഒരു കളം മൊത്തം വരച്ച് കഴിഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.